ഹായ്, ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 11ാമത്തെ ചാപ്റ്റർ, അതായത് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസ്ഡ്. അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ മാത്രമല്ല, ഒരുപാട് ബിസിനസ് എൻ്റർപ്രൈസുകളും ഇൻക്രീസ് ആയതുകൊണ്ട് മാനുവലി മെത്തേഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, അൺമാനേജബിൾ ആയിരിക്കും ഈ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കണമെങ്കിൽ. അപ്പോൾ വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ബിസിനസ് ദ മാനുവൽ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ബീയിങ് ഗ്രാജുവലി റീപ്ലേസ്ഡ്. പിന്നെന്താണ്, ഡേറ്റാബേസ് ടെക്നോളജി ഹാസ് റവല്യൂഷനൈസ്ഡ് ദ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. പിന്നീട് ടെക്നോളജി വരുന്നതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റമൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഈ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ എന്താണ്, ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് അല്ലേ. ദറ്റ് ക്യാൻ പെർഫോം എ വെറൈറ്റി ഓഫ് ഓപ്പറേഷൻ ഇൻ അക്കൗണ്ടൻസ് വിത്ത് ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കാൾഡ് പ്രോഗ്രാം. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഡാറ്റ പ്രോസസ്സിങ് ഇലക്ട്രോണിക് മെഷീൻ. അതുപോലെ തന്നെ എന്താണ്, എളുപ്പത്തിൽ അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് പ്രോസസ്സിങ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ സഹായിക്കും. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് സൊല്യൂഷൻ ടു ഓൾ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സിറ്റുവേഷൻസിൽ നമ്മൾ ഒരുപാട് സമയമൊന്നും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇറ്റ് അക്സെപ്റ്റ് ഡാറ്റ ഫ്രം ദ യൂസർ, കൺവേർട്ട് ദ ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ ആൻഡ് ഗിവ് ദ ഡിസൈർഡ് റിസൾട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റേനെയാണ് നമ്മൾ പറയുന്നത്, അക്സെപ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ചെയ്യും, പിന്നെ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഒരു ഇൻഫർമേഷൻ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്ത സാധനമാണ് ഒരു റിസൾട്ടായിട്ട് നമുക്ക് ചെയ്യുന്നത്, ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്നത്. ദെയർഫോർ വി മേ ഡിഫൈൻ കമ്പ്യൂട്ടർ എസ് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു ഡിവൈസ് ട്രാൻസ്ഫോം ഡേറ്റേനെ എങ്ങോട്ടേക്ക് ഒരു മീനിങ് ഇൻഫർമേഷനാക്കി മാറ്റുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഡേറ്റ ക്യാൻ ബി എനിത്തിങ് ലൈക്ക് മാർക്ക് ഒബ്റ്റെയിൻ ഇൻ വേരിയസ് സബ്ജക്റ്റ്, ക്യാൻ ഓൾസോ ബി നെയിം, ഏജ്, സെക്സ്, വെയ്റ്റ്, ഹൈറ്റ് എക്സെട്ര ഓഫ് ഓൾ ദ സ്റ്റുഡൻസ്, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര ഓഫ് എ കൺട്രി. കമ്പ്യൂട്ടർ ഇസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് സ്റ്റുഡൻസിൻ്റെ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇസ് എ ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ, സ്റ്റോർ ഡാറ്റ, പ്രോസസ് ഡാറ്റ, ഡിസൈഡ് റിട്രൈവ്സ് ദ സ്റ്റോർഡ് ഡാറ്റ ആസ് ആൻഡ് വെൻ റിക്വയർഡ് ആൻഡ് പ്രിൻറ്റ് ദ റിസൾട്ട് ഇസ് റിക്വയർഡ് ഫോർമാറ്റ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡേറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, പിന്നെ റിട്രൈവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ സ്റ്റോർ ചെയ്ത ഡേറ്റനെയാണ് നമ്മൾ ചെയ്യുന്നത്, റിട്രൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ റിട്രൈവ് ചെയ്തെടുക്കുന്ന ഡേറ്റ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി, പ്രിൻ്റ് ഔട്ട് എടുത്ത് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്, സ്പീഡാണ്. സ്പീഡ്. ഇറ്റ് ക്യാൻ ആക്സസ് ആൻഡ് പ്രോസസ് ഡാറ്റ മില്യൺ ടൈംസ് ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ. അപ്പോൾ ഹ്യൂമണിനെക്കാട്ടും ഒരുപാട് മില്യൺ ടൈം സ്പീഡാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുമ്പോൾ. ഇറ്റ് ക്യാൻ സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഇൻ എ മെമ്മറി, പ്രോസസ് ദം ആൻഡ് പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് റിസൾട്ട്. അപ്പം ഡേറ്റേഴ്സിനൊക്കെ നമ്മളെ മനുഷ്യനെ മാതിരിയല്ല, അല്ലാതെ തന്നെ ഒരുപാട് മെമ്മറീസൊക്കെ നമ്മൾ CPU-ൽ മെമ്മറി ചെയ്ത്. അപ്പോൾ അത്രത്തോളം ഡേറ്റാസൊന്നും നമുക്ക് ഹ്യൂമൻ ബീങ്ങിനൊന്നും ചെയ്യാൻ പറ്റില്ല, മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് എസെൻഷ്യലി ആസ് എ ഡേറ്റ പ്രോസസ്സർ. ആൾ ദ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ആർ കോസ്ഡ് ബൈ ഇലക്ട്രിക്കൽ പ്ലസ് ആൻഡ് ട്രാവൽസ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. മോസ്റ്റ് ഓഫ് ദ മോഡേൺ കമ്പ്യൂട്ടർ കേപ്പബിൾ ഓഫ് പെർഫോമിങ് 100 million കാൽക്കുലേഷൻ ആസ് പെർ സെക്കൻഡ്. അപ്പം പറയുന്നത്, അപ്പോൾ കമ്പ്യൂട്ടർ മെഷീനും വ്യക്തിയും മെഷീനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറയുന്നത്. മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒക്കെ തിരിഞ്ഞുപോയി. ഹ്യൂമണിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മെഷീൻസിന് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റോറേജ്. കമ്പ്യൂട്ടർ മേ വേരി ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഒരുപാട് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി കമ്പ്യൂട്ടേഴ്സിനുണ്ട്. ദേ ഹാവ് ദ ക്യാപ്പബിലിറ്റി ഓഫ് സ്റ്റോറിങ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ. അപ്പോൾ എത്രത്തോളം ഹ്യൂജ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും.
Apart from storing information, today's computer are also capable of storing pictures and sound digital forms. അപ്പം ഇപ്പോൾ നിലവിൽ നമ്മുടെ ടെക്നോളജി വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് പിക്ചേഴ്സും അതുപോലെ തന്നെ ഓഡിയോ വീഡിയോസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആക്യുറസി. The accuracy of computer is very high and every calculation is performed with the same accuracy. Error occur because of human being rather than technology weakness. അപ്പം ഈ എറേഴ്സൊക്കെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ഒക്കെ നമുക്ക് എന്താണ് സ്പീഡ് വളരെ കുറവായതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി വളർന്നു വരുന്നതിനെ കൊണ്ടും ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യുന്നതുണ്ട്. വീക്ക്നെസ്. മെയിൻ സോഴ്സ് ഓഫ് എറർ ആർ റോങ് പ്രോബ്ലം ബൈ ദ യൂസർ ഓർ ഇനാക്യുറേറ്റ് ഡേറ്റ. അപ്പം സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ ട്രൂ വാല്യൂ പറയാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ആയി പോകും. ഇനി diligence. A computer is free from tiredness and lack of concentration. Even if it has to do 10 million calculation, it will do even the last one with the same accuracy and speed as the first. അപ്പോൾ എപ്പോഴും ഒരേ സ്പീഡായിരിക്കും നിലനിർത്തുന്നത്. അപ്പം നമ്മുടെ മനുഷ്യരൊക്കെ എന്താണ് കുറച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല എനർജറ്റിക് ആയിരിക്കും. അങ്ങനെ നമ്മുടെ എനർജി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വർക്കിൻ്റെ സ്പീഡും ഉണ്ടാകുന്നത് അല്ലേ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. അതേസമയം മെഷീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫസ്റ്റ് മുതൽ എൻഡ് വരയ്ക്കും ഒരേ സ്പീഡായിരിക്കും, ഒരേ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഒരേ ലെവലിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വെർസാലിറ്റി. കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം വൈഡ് റേഞ്ച് ഓഫ് ജോബ് വിത്ത് സ്പീഡ്, ആക്യുറസി ആൻഡ് ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്താണ് പെർഫോം ചെയ്യുന്ന വൈഡ് റേഞ്ച് ഓഫ് ജോബ്, ഒരുപാട് കാര്യങ്ങളാണ് അറ്റ് എ ടൈം കൊണ്ട് എന്ത് ചെയ്യുന്നത് ചെയ്തു തീർക്കുന്നത്. ഇൻ എനി ഓർഗനൈസേഷൻ ഓഫ്റ്റൻ ഇറ്റ് ഈസ് ദ സെയിം കമ്പ്യൂട്ടർ ദറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡൈവേഴ്സ് പർപ്പസ് സച്ച് എസ് അക്കൗണ്ടിങ്, പ്ലേയിങ് ഗെയിംസ്, പ്രിപ്പയറിങ് ഇലക്ട്രിസിറ്റി ബിൽ, സെൻഡിങ് ഇമെയിൽ ആൻഡ് സോ ഓൺ. ഇപ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിജിറ്റലൈസ്ഡ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും മാനുവലി ആയിട്ട് അല്ലാതായിട്ട് വരുന്നുണ്ട്. മെഷീൻ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ടെക്നോളജി വളർന്ന് വരുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ആയി വരുന്നുണ്ട്, മാറി വരുന്നുണ്ട് അല്ലേ. ഇനി കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ ആർ ബീയിങ് യൂസ്ഡ് ആസ് പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ടൂൾ. അപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ടൂളാണെന്നാണ് പറയുന്നത്. ആൾ ദ കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ ആൻ ഓഫീസ് ആർ കണക്റ്റഡ് ബൈ ദ കേബിൾ ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഇൻ ദ ഓഫീസ് ത്രൂ ദ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു പേഴ്സണിൽ നിന്ന് ഇന്നൊരു പേഴ്സണിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു ഓഫീസിലൊരു കമ്പ്യൂട്ടർ കേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ കണക്ട് ചെയ്ത കമ്പ്യൂട്ടർ നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ എടുത്തു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ ത്രൂ ദ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു സെർവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം ത്രൂ ഔട്ട് ദ വേൾഡ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഫുൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പ്രോസസ്സിംഗ് പവർ. കമ്പ്യൂട്ടർ ഹാസ് എ come a long way today. They began as mere prototype at research laboratories, went on to help the business organization. പ്രോസസ്സിങ്ങിൻ്റെ പവറാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനൊക്കെ ഒരുപാട് സ്പീഡും അതുപോലെ തന്നെ എന്താണ് പറയുക, വളരെയധികം നമുക്ക് എന്താ പറയുക എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നൊരു സംഭവമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ടെക്നോളജി വളർന്ന് വരുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കൊണ്ടുപോയി നടത്താനൊക്കെ പറ്റും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ദിസ് റീച്ച് is so extensive that they are used almost everywhere. എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. In the course of this evolution they have become faster, smaller, cheaper and more reliable and user friendly ആയിരിക്കും. അതുകൊണ്ടാണ് അതെന്തെന്ന് പറയുന്നത് പ്രോസസ്സിംഗ് പവർ എന്ന് പറയുന്നത്. കാരണം ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. ഇനി കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ നോക്കൂ. മേജർ കോമ്പണൻസ് ആണ് പറയുന്നത് ഇവിടെ. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, അങ്ങനെ 3 മേജർ കോമ്പണൻസ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്.
അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് CPU ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് മെമ്മറി യൂണിറ്റിലേക്കും പിന്നെ എന്താണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് റിസൾട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം മെമ്മറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ALU ഉണ്ട്, CU ഉണ്ട്. ALU എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. അതുപോലെ തന്നെ CU എന്ന് പറയുന്നത് എന്താണ് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ് ഈസ് കൺട്രോളിങ് ദി വേരിയസ് ഇൻപുട്ട് ഡിവൈസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എൻറ്ററിങ് ഡേറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നിലേക്ക് ഇടുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ മാക്സിമം നമ്മുടെ ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ദ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസ് ആർ കീബോർഡ്, മൗസ്, സ്കാനർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് ഇവിടെ പറയുന്നത്. അതർ സച്ച് ഡിവൈസ് ആർ മാഗ്നറ്റിക് ടാപ്പ്, മാഗ്നറ്റിക് ഡിസ്ക്, ലൈറ്റ് പെൻ, ബാർകോഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ. ഇതൊക്കെ ഇതിൻ്റെ ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് പറയുന്നുണ്ട്. ബിസൈഡ് there are other devices which respond to voice and physical touch. Physical touch system is installed at airport or obtaining the online information about departure and arrival of flight. അപ്പോൾ ഈ ഫിസിക്കൽ ടച്ച് സിസ്റ്റം ഒക്കെ നമുക്ക് എയർപോർട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ദ ഇൻപുട്ട് യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടേക്കിംഗ് ഇൻപുട്ട് ആൻഡ് കൺവേർട്ടിംഗ് ഇൻ ടു ബൈനറി സിസ്റ്റം. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ബൈനറി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി CPU, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നട്ടെല്ല് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബ്രെയിൻ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പം ദ CPU ഈസ് ദ കൺട്രോൾ സെൻറ്റർ ഫോർ എ കമ്പ്യൂട്ടർ. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകമാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പാർട്ടാണ് CPU എന്ന് പറയുന്നത്. വിത്തൗട്ട് CPU ദർ ഇസ് നോ യൂസ്ഫുൾ ഓഫ് കമ്പ്യൂട്ടർ. It guides, direct and governs its performance. It is the brain of the computer. അപ്പോൾ ഡാഷ് ഇസ് ദ എന്താണ് പറയുക, ഡാഷ് ഇസ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രെയിനാണ് നമ്മുടെ CPU എന്ന് പറയുന്നത് എന്താണ്, ബ്രെയിനാണ് അല്ലേ. അപ്പോൾ ദ മെയിൻ യൂണിറ്റ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഇസ് എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് ടു കമ്പ്യൂട്ടേഴ്സ് ദ ബ്രെയിൻ ഈസ് ടു ഹ്യൂമൻ. അപ്പോൾ ഹ്യൂമൻ ബോഡീൻ്റെ ബ്രെയിന് പോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ CPU എന്ന് പറയുന്ന ഒരു ഘടകം ബ്രെയിനായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ദിസ് ഈസ് യൂസ് ടു സ്റ്റോർ പ്രോഗ്രാം, ഫോട്ടോസ്, ഗ്രാഫിക് ആൻഡ് ഡേറ്റ ആൻഡ് ഒബേ ദ ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം. അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ ബൈനറി സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ മനസ്സിലാക്കി അതിൻ്റെ രീതികൾ അതിനെ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ CPU ശരിക്കും ഡിവൈഡ് ചെയ്യുന്നത് 3 സബ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് CU, MU, ALU. അപ്പോൾ CU എന്ന് പറയുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റി ഓഫ് ഓൾ കോമ്പണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ദിസ് യൂണിറ്റ് അക്സെപ്റ്റ് ഇൻപുട്ട് ഡേറ്റ ആൻഡ് കൺവേർട്ട് ഇൻ ടു കമ്പ്യൂട്ടർ ബൈനറി സിസ്റ്റം. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ബൈനറി സിസ്റ്റത്തിലേക്ക് മാറ്റുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മെമ്മറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ദിസ് യൂണിറ്റ് സ്റ്റോർ ഡേറ്റ ബിഫോർ ബീയിങ് ആക്ച്വലി പ്രോസസ്ഡ്. അപ്പോൾ ദ ഡേറ്റ സോ സ്റ്റോർഡ് ഈസ് ആക്സസ്ഡ് ആൻഡ് പ്രോസസ്ഡ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ. സോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത്. വിച്ച് ആർ ആൾസോ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി സെഷൻ ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡേറ്റാസിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. വെൽ ബിഫോർ സച്ച് ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ മെമ്മറി ഫ്രം ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമ്മുടെ മെമ്മറി യൂണിറ്റിലേക്ക് നമ്മുടെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ALU, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമിങ് ഓൾ ദ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്. അതായത് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്തമെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നത് അഡീഷൻ ചെയ്യാം, സബ്സ്ട്രാക്ഷൻ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസിനൊക്കെ നമുക്ക് ലോജിക്കൽ ഫങ്ഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് യൂണിറ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഔട്ട്പുട്ട് യൂണിറ്റാണ്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ പ്രോസസ്സിങ് ദ ഡേറ്റ, ഈ മെമ്മറി യൂണിറ്റിലും അതുപോലെ തന്നെ ALUവിൽ അതുപോലെ CUവിൽ ഈ ഡേറ്റാസിനെയൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് അവസാനമാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് എത്തുന്നത് അല്ലേ. ഇറ്റ് എൻഷുർ ദ കൺവേർട്ടബിലിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻ ടു ഹ്യൂമൻ റീഡബിൾ. അപ്പം നമ്മുടെ വ്യക്തികൾക്ക് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അവർ ബൈനറി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫോം ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ
യൂസർക്ക് മനസ്സിലാവാൻ തക്ക വിധത്തിലായിരിക്കും. അതേസമയം കമ്പ്യൂട്ടറിന് അത് എന്ത് ലാംഗ്വേജിലാണ് മനസ്സിലാവുന്നത്, അതായത് ബൈനറി സിസ്റ്റത്തിൽ സീറോസ് ആൻഡ് വൺസിനാണ് കമ്പ്യൂട്ടർ കൂടുതൽ മനസ്സിലാക്കിയെടുക്കുന്നത്. ദ കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻക്ലൂഡ് മോണിറ്റർ, ഓൾസോ കോൾഡ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ പ്രിൻ്റർ എന്ന് പറയും. ഔട്ട്പുട്ട് ഡിവൈസിനെ വിഷ്വൽ ഡിസ്പ്ലേ, അപ്പോൾ അത് വിഷ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതിനെയും, അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ലിമിറ്റേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ ഒരു ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ നീഡ് ടു ബി അപ്ഡേറ്റഡ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ടൈം ടു ടൈമിന് വരുന്ന അപ്ഡേഷനൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. വിത്ത് അവൈലബിലിറ്റി ഓഫ് ന്യൂ വെർഷൻ, പുതിയ ടെക്നോളജി വരുന്നതിനനുസരിച്ച് പുതിയ വെർഷൻ മാറിക്കൊണ്ടേയിരിക്കും. ആസ് എ റിസൾട്ട് ഹെവി കോസ്റ്റ് ഇസ് ഇൻകേർഡ് ടു പർച്ചേസ് എ ന്യൂ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫ്രം ടൈം ടു ടൈം. അതുമാത്രമല്ല ടെക്നോളജി വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റ് എന്താകും, എമൗണ്ട് കൂടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് വാങ്ങി ഉപയോഗിച്ചോണം അല്ലെങ്കിൽ വാങ്ങി വെക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. ടു എൻഷുർ എഫിഷ്യൻറ്റ് യൂസർ ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്, ന്യൂ വെർഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ദിസ് റിക്വയർ ട്രെയിനിങ് ആൻഡ് കോസ്റ്റ് ഇസ് ഇൻകേർഡ് ടു ട്രെയിൻ ദ സ്റ്റാഫ് പേഴ്സണലൈസ്. അപ്പോൾ പുതിയ ടെക്നോളജി വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ നോളേജൊന്നും നമുക്കുണ്ടാവില്ല. നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോളേജ് നമുക്കുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നെ നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പം അതെങ്ങനെ ലിങ്ക് കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം, ലിങ്ക് വന്നാൽ നമ്മൾ എങ്ങനെ അതിലേക്ക് പോകും എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഇതുപോലെ ലിങ്ക് ഇട്ട് കൊടുക്കും, അതുപോലെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുപ്പിക്കാനൊക്കെ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് തന്നെ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡീപ്പായിട്ട് സ്റ്റഡി നടത്താനുള്ളൊരു ടൈം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു സ്പേസ് കണ്ടെത്തണം. ഓരോരുത്തർ അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പെർട്ടിക്കുലർ ടെക്നോളജി എന്താകും, പഴയതായി പോകും, പിന്നെയും പുതിയത് വരും അല്ലേ. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. ഇനി സെൽഫ് ഡിസിഷൻ മേക്കിംഗ്. ദ കമ്പ്യൂട്ടർ കനോട്ട് മേക്ക് എ ഡിസിഷൻ ലൈക്ക് എ ഹ്യൂമൻ ബീങ്സ്. ഇപ്പോൾ നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന പോലെ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെ കമ്പ്യൂട്ടറിന് ഒരിക്കലും സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കഴിവ് ഇല്ല കമ്പ്യൂട്ടറിന്. ഓക്കെ, അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. ഇനി മെയിൻ്റനൻസ്. കമ്പ്യൂട്ടർ റിക്വയർസ് ടു ബി മെയിൻറ്റെയിൻഡ് പ്രോപ്പർലി ടു ഹെൽപ്പ് മെയിൻറ്റെയിൻ ഇറ്റ്സ് എഫിഷ്യൻ്റ്ലി. ഇറ്റ് റിക്വയർ എ നീറ്റ്, ക്ലീൻ ആൻഡ് കൺട്രോൾഡ് ടെമ്പറേച്ചർ ടു വർക്ക് എഫിഷ്യൻ്റ്ലി. അപ്പോൾ എന്താ പറയുന്നത്, അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ എന്താവണം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഡ്രാഞ്ചർ ഓഫ് ഹെൽത്ത്. എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ മേ ലീഡ്സ് ടു മെനി ഹെൽത്ത് പ്രോബ്ലം. ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഫുൾ ടൈം 24 hours കമ്പ്യൂട്ടറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുകളുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. ചാൻസസ് ഒരുപാട് ഏറെയാണ്. അതുപോലെ ഐ സ്ട്രെയിന്, ബാക്ക് പെയിന്, ഹെഡ് ഏക്ക്, മസിൽസൊക്കെ വേദന വരിക, അങ്ങനെ പലതരം കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്. അപ്പോൾ റോൾ ഓഫ് കമ്പ്യൂട്ടർ. ദ മോസ്റ്റ് പോപ്പുലർ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഇസ് മാനുവലി വിച്ച് റിക്വയർ മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സച്ച് എസ് ജേർണൽ, ക്യാഷ് ബുക്ക്, സ്പെഷ്യൽ പർപ്പസ് ബുക്ക്, ലെഡ്ജർ എക്സെട്ര ആൻഡ് സോ ഓൺ. എന്താണ് പറയുന്നത്, പോപ്പുലർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇപ്പോൾ നമ്മൾ എന്താണ് പൊതുവേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്കറിയാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ജേർണൽ, ക്യാഷ് ബുക്ക്, സ്പെഷ്യൽ പർപ്പസ് ബുക്ക്, ലെഡ്ജർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദ അക്കൗണ്ടന്റ് ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ സമ്മറി ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനുവലി. അതുപോലെ തന്നെ മാനുവലിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു വരുന്നത്. ദ അഡ്വാൻസ് ടെക്നോളജി ഇൻവോൾവ്സ് വേരിയസ് മെഷീൻ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ എ ബില്ലിംഗ് മെഷീൻ. അപ്പം ഒരുപാട് ടെക്നോളജി വളർന്നു വരുന്ന സിറ്റുവേഷനിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെ അക്കൗണ്ടിങ് ഫങ്ഷൻസിലൊക്കെ കൂടുതൽ പെർഫോം ചെയ്യുന്ന ബില്ലിംഗ് മെഷീൻസൊക്കെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ സ്ഥാപനത്തിൽ പോലും ബില്ലും നമുക്ക് എന്ത് പ്രിൻ്റ് ഔട്ട് ആയിട്ടുള്ള രീതിയിലാണ് കിട്ടുന്നത്. ദിസ് മെഷീൻ ഈസ് ക്യാപ്പബിൾ ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിസ്കൗണ്ട്, ആഡിങ് നെറ്റ് ടോട്ടൽ ആൻഡ് പോസ്റ്റിംഗ് ദ
റിക്വസൈറ്റ് ഡേറ്റ ടു ദ റെലവൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെതായ റിസൾട്ട് ഇങ്ങനെയൊക്കെ വരണമെന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യുന്ന അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് വരിക, അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് നമ്മുടെ ബില്ലിങ്ങിൽ കാണുമ്പോൾ തന്നെ ഇത് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അതുപോലെ നമുക്ക് പ്രിൻ്റ് ഔട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് സബ്സ്റ്റൻഷ്യൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എമിഷൻ was developed which could store and process accounting data in on time. അപ്പം അത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെയാണ് അതാത് സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രൊസഷൻ നടക്കുന്നത്. സച്ച് അഡ്വാൻസ്മെൻറ്റ് ലീഡ്സ് ടു നമ്പർ ഓഫ് ഗ്രോയിങ് സക്സസ്ഫുൾ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജിയൊക്കെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എ ന്യൂവർ വെർഷൻ ഓഫ് മെഷീൻ ഈസ് ഇവോൾവ് വിത്ത് ഇൻക്രീസ്ഡ് സ്പീഡ്, സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിങ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനൊന്നും ഇത്രയും ഡിസ്കൗണ്ട് ഒന്നും മാനുവലി എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം മെഷീൻസിനൊക്കെ എന്ത് മിനിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ അതിൻ്റെ റിസൾട്ടും കിട്ടി പ്രിൻ്റ് ഔട്ടും കിട്ടി നമുക്ക് പോവുകയും ചെയ്യാം. As a result, the maintenance of accounting data on a real-time basis becomes almost essential. Now maintain accounting record become more convenient with the computerized accounting. അപ്പോൾ ഇപ്പോൾ അക്കൗണ്ടിങ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടാണ് പറയുന്നത്. ദ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡാറ്റാബേസ്. For this purpose, an accounting software is used to implement the computerized accounting system. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിതിനെ വേണം, സോഫ്റ്റ്വെയർസ് വേണം. സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ വെൽ നോൺഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഡസ് എവേ ദ നെസസിറ്റി ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ജേർണൽ, ലെഡ്ജർ എക്സെട്ര വിത്ത് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് മാനുവൽ അക്കൗണ്ടിങ്. സം ഓഫ് ദ കോമൺലി യൂസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആർ ടാലി, ക്യാഷ് മാനേജർ, ബെസ്റ്റ് ബുക്സ് എക്സെട്ര. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോമൺ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് ടാലി എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ക്യാഷ് മാനേജറും ബെസ്റ്റ് ബുക്സും. അപ്പോൾ ഇത്രയും ബുക്സാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈസ് യൂസ് ടു ഇംപ്ലിമെൻറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ദ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഡേറ്റാബേസ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഡേറ്റാബേസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം സോഫ്റ്റ്വെയർസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക, മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുക. ഇറ്റ് ഈസ് ബേസിക് സോഫ്റ്റ്വെയർ വിച്ച് അലോ ആക്സസ് ടു ഡേറ്റ കണ്ടെയ്ൻ ഇൻ ദ ഡേറ്റാബേസ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ടു മാനേജ് കളക്ഷൻ ഓഫ് ഡേറ്റ എൻക്വയറിങ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഇറ്റ് റിമെയിൻസ് റിലയബിൾ ആൻഡ് കോൺഫിഡൻഷ്യൽ. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജും കൂടിയാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്ന മാത്രമല്ല ഏത് തരത്തിലാണെങ്കിലും. ഇപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഡിജിറ്റൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് നോളേജൊക്കെ ഗ്യാദർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇതുവരെയും നമ്മുടെ ടെക്നോളജി ഇത്രയും ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നതാണ്, അതാണ് സത്യം. അപ്പോൾ നാച്ചുറൽ കലാമിറ്റി എന്നുള്ള രീതിയിൽ തന്നെ കൊറോണ വേണ്ടി വന്നു നമുക്ക് എല്ലാവർക്കും ഈ ടെക്നോളജിയൊക്കെ പഠിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒരുക്കി തന്ന കൊറോണയ്ക്ക്, അല്ലേ? ദെൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ്. അപ്പോൾ കോമ്പണൻസ് എന്താണെന്ന് നോക്കൂ. ആദ്യത്തെ പോയിന്റ്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഡോക്യുമെൻറ്റ്. കമ്പ്യൂട്ടർ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ക്യാഷ് മെമ്മോ, ബിൽ, ഇൻവോയ്സ് എക്സെട്ര ആർ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് വോച്ചർ. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എങ്ങനെ ഇതൊക്കെ ഡോക്യുമെൻ്റാണ്. ക്യാഷ് മെമ്മോ, ബില്ല്, ഇൻവോയ്സ് എന്നൊക്കെ പറയുന്നത് ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണെന്നാണ് പറയുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്തുണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയറിൽ ഉണ്ടാവണം. സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലോജിക്കൽ സ്കീം ഈസ് ഇംപ്ലിഡ് ഫോർ കണ്ടീഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻ. എവറി അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഈസ് അസൈൻഡ് എ യൂണിക് കോഡ് ഉണ്ടാവും. ആ കോഡിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പോൾ ടാലിയൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അണ്ടർ ഏത് ഹെഡിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ പർട്ടിക്കുലർ ആ നോളേജ് ഗ്യാദർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് ഏത് അണ്ടറിലാണ് പോവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ദ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് ഈസ് ഡൺ ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് സിംപ്ലിഫൈസ് ദ വർക്ക് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ. വർക്കിനെ എന്താ ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യും, സിമ്പിളാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അതിനെ സെപ്പറേറ്റ് ആക്കും. ഓരോന്നിനെയും ഓരോ ഹെഡിൽ തരംതിരിച്ചതിന് ശേഷമാണ് അത് പെർട്ടിക്കുലർ എവിടെ പോകണം എന്നുള്ളതൊക്കെ അസൈൻ ചെയ്യാം.
Then preparation of trial balance and financial statement. After recording of transaction, the data is transferred into ledger account. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും ഓട്ടോമാറ്റിക്കലി ബൈ ദ കമ്പ്യൂട്ടർ തന്നെ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് പോകും. അതേസമയം നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, ജേണൽ വരച്ച് ലെഡ്ജർ വരച്ച് ഒരുപാട് സമയം അവിടെ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ പാസ്സാക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നുണ്ട്, പർട്ടിക്കുലർ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോകുന്നുണ്ട്. ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു ചെക്ക് ആക്യുറസി ഓഫ് ദ റെക്കോർഡ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് ഒക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വരുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രയൽ ബാലൻസ് ദ കമ്പ്യൂട്ടർ ക്യാൻ ബി പ്രോഗ്രാം ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ്. ദിസ് കോമ്പണൻസ് ക്യാൻ ബി ഷോൺ. അപ്പോൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇതിലും ആദ്യം ഈ റെസ്പെക്റ്റീവ് വൗച്ചറിൽ ആദ്യം സെയിൽസിനൊരു വൗച്ചർ ഉണ്ടാവും, പർച്ചേസിനൊരു വൗച്ചർ ഉണ്ടാവും. അപ്പോൾ ഈ പർച്ചേസ് ആയിക്കോട്ടെ സെയിൽസ് ആയിക്കോട്ടെ അത് രണ്ടും ഏതിലേക്ക് പോകുന്നുണ്ട്, ലെഡ്ജറിലേക്ക് പോകുന്നുണ്ട്. ലെഡ്ജറിൽ നിന്ന് എന്തിലേക്കാണ് പോകുന്നത്, ട്രയൽ ബാലൻസിൽ പോകുന്നുണ്ട്. ട്രയൽ ബാലൻസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്കും കൊണ്ടുപോകുന്നു, ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ കറക്റ്റായ രീതിയിൽ കറക്റ്റായ ഹെഡിലേക്ക് നമ്മൾ ഇടാനാണ് ശ്രമിക്കേണ്ടത്. സൈലൻറ്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് CAS. CAS എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ്. CAS ഈസ് ഡിസൈൻ ടു ഓട്ടോമേറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ഓൾ ദി ബിസിനസ് ഓപ്പറേഷൻസ് സച്ച് ആസ് സെയിൽസ്, ഫിനാൻസ്, പർച്ചേസ്, ഇൻവെൻട്രി ആൻഡ് മാനുഫാക്ചറിങ്. CAS is integrated to provide accurate, up-to-date business information rapidly. The CAS may be integrated with the enhanced MIS. MIS എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, multi-lingual and data organization capabilities to simplify all the business process of the organization easily and cost effectively. അപ്പോൾ സിമ്പിളായിരിക്കും. നമ്മൾ എന്താണ് ഈ ഇത്തരം കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് പർട്ടിക്കുലർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ടൈം ടു പ്ലാൻ, ഇൻക്രീസ് ഡേറ്റ ആക്സസിറ്റി ആൻഡ് എൻഹാൻസ് യൂസർ സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന യൂസർക്ക് എന്താണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ദ ഓർഗനൈസേഷൻ വിൽ ഹാവ് ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഫോർ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ആക്സസ് ടു ദ വൈറ്റൽ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ എന്താണ് ടെക്നോളജി വളർന്നു വരുന്നതിനനുസരിച്ച് തന്നെ ഇത് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും യൂസേഴ്സിന്. ഡേ ടു ഡേ വരുന്നതിനനുസരിച്ച് ടെക്നോളജി വളർന്നു വരുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ബീങ്സിന് എന്താണ് സാറ്റിസ്ഫാക്ഷനാണ്. ആക്യുറസി ആൻഡ് സ്പീഡ്. CAS പ്രൊവൈഡ്സ് യൂസർ ഡിഫൈൻഡ് ടെംപ്ലേറ്റ്സ് ആയതുകൊണ്ട് ഫാസ്റ്റ് ആക്യുറേറ്റ് ഡേറ്റ എൻട്രി ഓഫ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ടും ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ജനറലൈസ് ഡിസൈഡ് ഡോക്യുമെൻ്റ് ആൻഡ് റിപ്പോർട്ട്. അപ്പോൾ ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാൻ നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി സെയിലബിലിറ്റി. It enables in changing the volume of data processing in tune with the change in the size of the business. The software can be used for any size of the business and type of the organization. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് ബിസിനസ് വലുതാവണോ ചെറുതാവണോ എന്നുള്ളതൊക്കെ നമുക്ക് ആ സോഫ്റ്റ്വെയർസിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് യൂട്ടിലിറ്റി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്യേണ്ടത് വരേണ്ടത്. ഇനി റിലയബിലിറ്റി. ഷുവർ ദാറ്റ് ദ ജനറലൈസ്ഡ് ക്രിട്ടിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ്, കൺട്രോൾ ആൻഡ് സെക്യൂർ. അപ്പോൾ കൺട്രോളും അതുപോലെ തന്നെ സെക്യൂറൊക്കെ ഉണ്ടാവണം, എങ്കിലേ എല്ലാവർക്കും അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുള്ളൂ. Performing various functions with accuracy. Accounting software is used to perform the functions of accounting. The software function on the concept of database. എന്താ പറയുന്നത്, ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർസാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുന്നത് ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, സീ യു.